വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. നമ്മുടെ കേട്ടറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കേട്ടറ്റ് ഡിസംബർ 2025 നടന്നിട്ടുള്ള കേട്ടറ്റ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം നടന്നത് ഫെബ്രുവരിയിലാണ്, പക്ഷെ ഇത് കഴിഞ്ഞ വർഷം നടക്കേണ്ട എക്സാം ആയിരുന്നു. അപ്പോൾ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ തങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിലും എക്സാം കഴിഞ്ഞ ഒരു സമയത്ത് ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആൻസർ കീയിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പരീക്ഷാ ഭവന്റെ ഒരു ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ അതിലും എന്തുണ്ടായിരിക്കും, തെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഒരുപാട് കുട്ടികൾ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് മിസ്റ്റേക്കുകൾ അതിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഇത്ര മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ സൈലം ടീച്ചിങ് എക്സാംസിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചില കുട്ടികൾ ബോർഡർ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനാണ് അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ ക്വാളിഫൈ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എത്രയൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് ഞാൻ ക്വാളിഫൈ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുറപ്പുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. നമുക്ക് അടുത്ത ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈയോട് കൂടിയിട്ടാണ് നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ളത് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഒരു ടൈമിൻ്റെ അടുത്ത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് ശരിക്കും പറഞ്ഞാൽ 2025 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്കൊരു 6 മാസത്തെ ഒരു കാലാവധി നോക്കുകയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈയോട് കൂടിയിട്ട് നമുക്ക് അടുത്തൊരു കേട്ടറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നിലവിൽ നമുക്കിപ്പോൾ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. 60 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു കേട്ടറ്റ് എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പ്രൊവിഷണൽ ആൻസർ കീ വന്ന് ഒരു 18-ാം തീയതി വരെ നമുക്കത് ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഫൈനൽ ആൻസർ കീ വരുന്നത്. ഫൈനൽ ആൻസർ കീ വന്ന് അധികം വൈകാതെ റിസൾട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേട്ടറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിർബന്ധിതമായിട്ടുള്ളൊരു യോഗ്യതയാണ്. ഒരിക്കലും കേട്ടറ്റ് ക്വാളിഫൈ ആവാതെ നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, സ്കൂളിലോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേടിയെടുക്കണം. നമ്മളൊരു BEd അല്ലെങ്കിൽ DLEd കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്തല്ല, നമ്മൾ ടീച്ചറായിട്ട് ജോലിക്ക് കയറല്ല. അതിന് മുന്നേ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അല്ലെ, എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻസ് തുടങ്ങാം. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരെ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. പെട്ടെന്ന് ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം നമ്മളൊന്ന് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല നമ്മളൊക്കെ കേട്ടറ്റിന് പഠിക്കാനുള്ളത്. അത്യാവശ്യം വലിയൊരു സിലബസ് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് പഠിച്ചു തീർന്ന് നല്ല മാർക്കോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ പുതിയ കേട്ടറ്റ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ലൈവ് ബാച്ചുകളാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും അതേപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഈ ബാച്ചുകളാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. എക്സാം വരെയും നമുക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഏപ്രിൽ 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം വരെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, അവിടെ ടീച്ചറിനും സ്റ്റുഡൻറ്റിനും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസരം ഉണ്ടായിരിക്കും. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്, അത് മറന്നു പോകരുത്. കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെ ഫീ എന്ന് പറയുന്നത് 1,999 ആണ്. കേട്ടറ്റ് കാറ്റഗറി 2-ൻ്റെ ഫീ വരുന്നത് 2,499 ആണ്. കേട്ടറ്റ് 3-യുടെ ഒരു ഫീ എന്ന് പറയുന്നത് 3,599 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള രീതിയിൽ
പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു റാങ്ക് നിർണ്ണയിക്കുന്ന പരീക്ഷ ഒന്നുമല്ല അല്ലെ, ജസ്റ്റ് എന്താണ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ആ മാർക്ക് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയൊരു ബാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള യോഗ്യതയാണ്. അപ്പോൾ ആ ഒരു യോഗ്യത എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളിലേക്ക് എത്തുക അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് സിലബസ് കവറേജ് ആണ് അല്ലെ. അത്യാവശ്യം ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും 3 ആണെങ്കിലും അത്യാവശ്യം വലിയ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അല്ലെ. ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം അവിടെ 5 വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 5 വിഷയങ്ങളിൽ നിന്നുമാണ് 30 മാർക്ക് വീതമുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 2ന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം നമുക്ക് ജനറൽ ഏരിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ സബ്ജക്റ്റ് ഏരിയയും വരുന്നുണ്ട്. രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി കേട്ടറ്റ് കാറ്റഗറി 3നെ സംബന്ധിച്ചിടത്തോളം അവിടെയും നമുക്ക് ജനറൽ ഏരിയയും വരുന്നുണ്ട്, അതേപോലെ തന്നെ സബ്ജക്റ്റ് ഏരിയയും വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ പെഡഗോജിയും കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെ അത്യാവശ്യം വലിയൊരു സിലബസ് ആണ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഒരു ലൈവ് ബാച്ചിൽ കൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള PYQ ഡിസ്കഷനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗം എന്ത് തന്നെയായിരിക്കും? മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ആ മുൻ വർഷത്തെ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പാറ്റേൺ മനസ്സിലാവും. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു വെയിറ്റേജ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ PYQ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പ്രത്യേകതയാണ് കൃത്യമായിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1നാണെങ്കിലും 2നാണെങ്കിലും 3ക്കാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എക്സാം വരെയും നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ ചില സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? എക്സാം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 മാസം. ഇപ്പോൾ നമ്മുടെ കൊറോണ വന്ന സമയത്തൊക്കെ നമുക്കറിയാം വർഷത്തിൽ ഒരു പരീക്ഷ അല്ലെങ്കിൽ 2 പരീക്ഷ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 മാസത്തെ കാലാവധി നിങ്ങൾക്ക് കോഴ്സിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ എന്ത് നടക്കണമെന്നില്ല? എക്സാം നടക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം വരെയും എന്തുണ്ട്? കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. എക്സാം വരെയും നിങ്ങൾക്ക് അതിലുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും എന്താണ്? ടീച്ചേഴ്സ് ആണ് അല്ലെ. ഇവിടെ ഒരു റെക്കോർഡഡ് ക്ലാസ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് മാറുന്നത് ലൈവ് ക്ലാസ്സുകളാണ് അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ടീച്ചറുമായിട്ട് കൃത്യമായിട്ട് ചോദിക്കാനും ടീച്ചർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? ടീച്ചറുടെ അടുത്ത് ചോദിച്ച് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ലൈവിൽ തന്നെ കയറാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ വഴി നമുക്ക് ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി റെക്കോർഡഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് മെന്റർ ത്രൂ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതും നമ്മുടെ ടൈം ടേബിൾ അല്ലെ, നമുക്ക് എപ്പോഴൊക്കെയാണ് ക്ലാസ് ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിവിഷൻ സെഷൻസ് എന്നുള്ളത് അല്ലെ. വെറുതെ ടോപ്പിക്സ് എടുത്ത് പോകാന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? റിവിഷൻ സെഷൻസ് ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിവിഷൻ സെഷൻസും ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെ, ഒരു ടൈം ടേബിളിന്റെ ബേസിലായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം? ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം കുട്ടികൾ ശ്രമിക്കുക. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല? ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല അല്ലെ. ഇപ്പോൾ ഡേ 1 പഠിക്കാനായിട്ട് നമ്മൾ
നമ്മൾ കുറച്ച് പോർഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡേ 1 തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ സിറ്റുവേഷൻസും എന്തല്ല ഒരേപോലെയല്ല. അപ്പോൾ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖമോ അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇന്നത്തെ പോർഷൻസ് അവിടെ പെൻഡിങ് ആയിട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം എന്തായാലും ഇന്നത്തെ കാര്യം പോയി, ഇനി പഠിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ട് അല്ലേ. അത്യാവശ്യം നമുക്ക് പഠിച്ച് തീർക്കാനായിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ട്, ടൈം ടേബിൾ എനിക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കരുത് അല്ലേ. നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ സൺഡേ നമ്മൾ എന്താണ് ടൈം ടേബിളിൽ നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീക്കിൽ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിലേതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സൺഡേ നമുക്ക് കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിൻ്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് കോർ ഏരിയാസ് അല്ലേ. കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല. ചില കാര്യങ്ങൾക്ക് കുറച്ചധികം വെയിറ്റേജ് വരുന്ന കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങളിൽ ലെസ് വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിഫറൻസ് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കൊടുക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് നടത്താനും PYQ ഡിസ്കഷൻസ് നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് അതിന് ഇനിയും സമയമുണ്ടല്ലോ, ജൂൺ ജൂലൈ അല്ലേ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ പഠിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ടും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുക. വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരാൻ പോകുന്ന കേട്ടറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം മറന്നു പോവണ്ട, അടുത്ത കേട്ടറ്റ് എക്സാം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കേട്ടറ്റിന് എനിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും കൂടെ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ കിട്ടിയിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സൈലം ടീച്ചിങ് എക്സാംസിലോട്ട് പോകുന്നുള്ളൂ. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് കോൺസെപ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് വളരെ രസകരമായിട്ട് ഈ ഒരു കേട്ടറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വരും വീഡിയോസിൽ നമ്മുടെ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.